വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർ കൂടുതലും 90% പേരും എന്തായാലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഏതായാലും നമുക്ക് 6 മാസത്തോടെ ആവുന്നേ ഉള്ളൂ. അതിനുമുമ്പ് ബേസിക്കലി എന്തായാലും പരിചയപ്പെടുത്താൻ എൻ്റെ പേര് അനീഷ്. തലശ്ശേരിക്കടുത്ത് ചൊക്രിയാണ് സ്വദേശം. ചൊക്രി എന്ന് പറയുന്ന പ്രദേശം ഒരു ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ അടുത്തൊരു ചരിത്രം കുറിച്ചു പോകുന്ന വ്യക്തി കൂടിയാണ് ഈ അനീഷ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ സമയത്ത് KCB വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 9 വർഷത്തോളം ഗവൺമെന്റിനെ സർവീസ് ചെയ്തു. പക്ഷേ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പല ആൾക്കാർ നല്ല വീടെടുക്കുന്നു, കാറെടുക്കുന്നു, നമുക്കൊന്നും അത് നടക്കില്ല. ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ ഉണ്ടാവും. ആ സമയത്താണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതും അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് മെല്ലെ കാല് എടുത്ത് വെക്കുകയും ചെയ്തു. ഈ ഹാള് വളരെ ഭാഷയുണ്ട്. ഈ ഹാള് ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുത്തൊരു ഹാളാണ്. ഈ തൃശ്ശൂരിലെ എവിടെ ഹാള് ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നല്ലൊരു പൊസിഷനാണ് ഈ ഒരു ബിസിനസ് കയറാൻ ഉണ്ടായത്. സത്യത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അസാധ്യമായ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നും ഒരുപാട് യുവാക്കളെ യുവതികളും 2024, 2025 എന്ന് പറയുന്ന വർഷത്തിൽ ഏറ്റവും കൂടുതൽ കോടികൾ വാങ്ങാൻ പോകുന്ന സമയമാണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഇത്രയും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ദൈവം സഹായിച്ചു. ആ ഗവൺമെന്റ് സർവീസിന് മാറി നിന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തതുകൊണ്ട് ഇന്ന് 2-3 കാർ ഉപയോഗിക്കുന്നുണ്ട്, വീടായി ഒക്കെ ആയിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പറഞ്ഞു 50 വയസ്സിനുള്ളിൽ നമ്മൾ കോടികൾ നേടും എന്ന് പറഞ്ഞതിൽ എന്തായാലും എന്റെ കൂടുതൽ അസോസിയേറ്റ് സാധ്യത നൽകുന്നതിന് മുമ്പുണ്ടായതാണ്. ഏതായാലും ഈ ബിസിനസ്സിൽ ഈ ഡിസംബർ 2025 ഡിസംബർ 31 നമ്മൾ എന്റെ 2 മകൾക്ക് 2 പേരും ഓരോ കോടി എന്തായാലും അച്ചീവ് ചെയ്തിരിക്കും. അത് സംശയമില്ല, വളരെ സിമ്പിളാണ്. കാരണം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക. ആരെയും ദോഷമില്ല, ആരെയും ചീറ്റ് ചെയ്തില്ല, ആർക്കൊരു ബാധ്യതയില്ല. അതുകൊണ്ട് ഇത് പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടി ഉണ്ടാക്കാം എന്നുള്ളത് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ആരും ഇത് പറയുന്നില്ല, ഇത് പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ബേബി ആയിക്കോട്ടെ മിൻസായിക്കോട്ടെ മുട്ടുവേദനയുണ്ടോ ബേബിയിൽ വന്നു എന്ന് പറയുന്നത് അവർക്കത് പറയാം. പക്ഷെ നമുക്ക് ഒറ്റ പറയുള്ളൂ മുട്ടുവേദനയുണ്ടോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ഇത് പറയാൻ നമ്മൾ കാണിച്ചാൽ മതി. ഈ ഒരൊറ്റ ചങ്കുറ്റ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ പറ്റും. വളരെ സത്യസന്ധമായി, വളരെ ദൈവികമായി ഇന്ന് ലോകത്ത് തന്നെ ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു കമ്പനിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒരുവിധം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ പറ്റി എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും സിമ്പിളായി. കാരണം ജിത്തു സാറ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് കണ്ടത് കുറെ പ്രായമുള്ള ആൾക്കാരും കുറെ രോഗമുള്ള ആൾക്കാരായിരുന്നു ആ സമയത്ത് വരുന്ന സമയത്ത്. ഇപ്പോ അതൊക്കെ മാറി പ്രായവും രോഗവും ആയിരിക്കും കാണുന്നില്ല. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്, എല്ലാവരും ആത്മാർത്ഥമായി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്ന പണത്തിന്റെയാണ്. അതുകൊണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ചെറിയ വർഷം കൊണ്ട് ഒരു 3 വർഷം കൊണ്ടൊക്കെ 3.5 കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പല ആൾക്കാരും. എന്തായാലും എന്നെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് ഓർക്കാട്ടിൽ ഗംഗാധരനാണ് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ പ്ലാന് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തന്നത് എന്തായാലും കേരളത്തിൽ തന്നെ ഒരുപാട് പ്രൊഡ്യൂസർമാരെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഗ്രേറ്റ് അപ്ലൈ ചെയ്ത മോട്ടിവേറ്റർ മെന്ററായിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് മനോജ് സാറാണ് കൊണ്ടുവരുന്നത്. എന്തായാലും അതേപോലെ തന്നെ ഒരു ചരിത്രം കുറിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ നമ്പർ 1 ബിസിനസ്സായി മാറിക്കൊടുക്കുന്ന ഈ ബയോട്ടോണിയാണെങ്കിൽ 2025 പറയുന്ന ഈ ഒരു വർഷം ഞാനും ഈ ഒരു ചരിത്രം കുറിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങൾ നേടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു. അങ്ങോളം ഇത് എത്തിക്കുന്നതിൽ അശ്രാന്തമായി പരിശ്രമം നടത്തിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ലീഡേഴ്സിന്റെ പട്ടികയിൽപ്പെട്ട ഒരു മാന്യദേഹമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരഘോഷങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശക്തമായ കൈയടിയോടുകൂടെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഒന്നാരെ അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം അതിന് മുകളിലേക്ക് വാങ്ങിയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനെയും ആർദ്രമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കൈകളിലൂടെ നമുക്ക് മനോജ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുക.
Thank you, sir. Thank you. Call leader, please sit down. ഇപ്പോൾ മനോജ് സാറിനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. നിറഞ്ഞ കൈകളോടുകൂടെ നമുക്ക് അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കാം. ഇനി ഇങ്ങോട്ട് സംസാരിക്കാനുള്ള അവസരമാണ് കേട്ടോ. ഇത് നിങ്ങൾ അങ്ങോട്ട് കേട്ടതേ. എന്താ നിങ്ങൾ എല്ലാവരും സന്തോഷിക്കാനുള്ള കാരണം? എന്താ കാരണം? ഫാമിലി ബോണസ് തിരിച്ചു തന്ന്. ഓക്കെ, എന്നെ അവിടെ പരിചയപ്പെടുത്തി. എന്റെ പേര് മനോജ് എന്നാണ്. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് 2021 ലാസ്റ്റ് ഡിസംബർ 1 ഈ പ്രൊജക്റ്റും കേൾക്കാൻ ദൈവം ഇടവരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പിന്നീട് പറയാം. അങ്ങനെ ഇത് കേട്ടപ്പോ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നി. കാരണം എക്സ്റ്റേണൽ യൂസ് ആണ് ഒന്നാമത്. അതൊന്നും കഴിക്കില്ല. ഒരെണ്ണം വാങ്ങിച്ചാൽ 10-25 വർഷം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സയൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചതാണ് മാഗ്നറ്റോതെറാപ്പി. ഇന്ത്യയിൽ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ തികച്ചും ലീഗലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പുറത്ത് ഉപയോഗിക്കുമ്പോൾ അകത്ത് വർക്ക് വരും. മനസ്സിലായി? എക്സ്റ്റേണൽ യൂസിലൂടെ ഇന്റേണൽ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും, ഡിസോർഡർ ഉണ്ടാവാൻ തുടങ്ങും, ബോർഡർ ആവാൻ തുടങ്ങും. അല്ലേ? എമൗണ്ട് ആണെങ്കിൽ വലിയ എമൗണ്ട് വരിക. അപ്പൊ അതാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ 22 വർഷമായിട്ട് BP ഷുഗറിനൊക്കെ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ ഒരു പരീക്ഷണ നിലയിൽ അങ്ങനെ വാങ്ങി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനൊന്നും കാഴ്ചയുണ്ടായില്ല, അതൊക്കെ കുറെ പോയി. ഓക്കെ, എന്തായാലും വാങ്ങാൻ തീരുമാനിച്ചു, വാങ്ങി. എന്റെ സുഹൃത്ത് ആന്റണി ബോട്ടി സാറാണ് എന്നോട് ഇത് പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ശശിസാർ കോയമ്പത്തൂർ അദ്ദേഹം വന്നു. ഞങ്ങൾ കുറച്ചുപേരും കൂടെ അവിടെ ഇരുന്നു. ആ കൂട്ടത്തിൽ ഉത്തമൻ സാർ ഉണ്ടായിരുന്നു, ഡാനിഷ് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുപേര് ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ടാണ് ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടത്. എറണാകുളത്ത് ഇതുപോലെ മീറ്റിംഗ് ഹോളിലൊന്നല്ല കേട്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിലേക്ക് വൈറ്റ് ഹബിലേക്ക് ഇങ്ങനെ വണ്ടി കയറുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിന്റെ പേരാണ് പാരഡൈസ്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം. അല്ലെ? ആ സ്വർഗത്തിന്റെ കവാടം എനിക്ക് തുറന്നത് ആ പാരഡൈസിൽ വെച്ചിട്ടായിരുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. കാരണം അതുവരെ ഞാൻ സ്വർഗത്തിലല്ല, നരകത്തിലായിരുന്നു. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പൊ അങ്ങനെ ഏറ്റെടുത്ത് മനസ്സിലായി. കുറച്ച് ഹിന്ദി അറിയാവുന്ന ഹിന്ദി വീഡിയോസ് എല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എഫക്റ്റീവാണ്, ഇത് അടിപൊളി സാധനമാണ്, ഇത് സൂപ്പർ റിസൾട്ട് വരും എന്ന് മനസ്സിലാക്കിയപ്പോ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഭയങ്കര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. ഇവിടെ നമ്മൾ ഇതിനെ കുറിച്ച് അറിയോ? ഈ വെള്ള സംസ്കാരം നമുക്കില്ല, അല്ലെ? നമ്മൾ അസുഖം വന്നാൽ എന്താ ചെയ്യുന്നത്? ഡോക്ടറെ അടുത്ത് പോകുന്നു, ഇല്ലേ? പരിശോധിക്കുന്നു, സ്കാൻ ചെയ്യുന്നു, എക്സ്റേ എടുക്കുന്നു, ഇല്ലേ? MRI എടുക്കുന്നു. ഇതാണ് നമ്മൾ ചികിത്സാ രീതി. മെഡിക്കൽ ഷോപ്പ് പോകുന്നു, മരുന്ന് വാങ്ങും. അല്ലാതെ ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട്, ഈ വയറ്റോറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാല് ആളുകൾക്ക് വിശ്വാസം വരുമോ? പറയൂ, വിശ്വാസം വരുമോ? ഇല്ല. നോക്കണം നിങ്ങൾ ആ പ്രതിസന്ധി. അങ്ങനെ ആ പ്രതിസന്ധിക്കെതിരെ ഒഴുക്കിനെതിരെ നീന്തിയ ആളുകളാണ് ഞങ്ങൾ തുടക്കത്തിൽ വന്ന ആളുകളെല്ലാം. പിന്നെ അവിടുന്ന് സേവ്യർ സാറിലേക്കും റാഖ് സാറിലേക്കും സുധീർ സാറിലേക്കും RK-യിലേക്കും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ JP സാറിലേക്കും LP ജയേന്ദ്ര സാറിലേക്കും അതുപോലെ തന്നെ റജി സാറിലേക്കും റിജോ കൈതാരം ഉണ്ടല്ലേ, അതേപോലെ തന്നെ നമ്മുടെ ജോഷി സാറിലേക്കും അങ്ങനെ നിരവധി ലീഡേഴ്സ്. ആരെയും പേര് വിട്ടിട്ട് വേണ്ടി ക്ഷമിക്കണം കേട്ടോ. ജാൻസി മേഡം, ഇല്ലേ? ഇങ്ങനെ നിരവധി അലീക്ക. കേരളത്തിൽ ആദ്യമായിട്ട് പിക്കപ്പ് സെന്റർ എടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ അലീക്കയും ഡാനിഷ് സാർ. ഒരു കേരളത്തിൽ ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് ഒരു ചർച്ച നടന്ന ഒരു മീറ്റിംഗ് നടന്നത് അലീക്കയുടെ ഒരു ഓഫീസിൽ വെച്ചിട്ടാണ്, കൊടുങ്ങല്ലൂർ വെച്ചിട്ട്. പിന്നീട് അങ്ങോട്ടുള്ള പ്രോഗ്രാം എല്ലാം തന്നെ റാഷിദ് സലീം സാർ ഇങ്ങോട്ട് വന്ന് പ്രോഗ്രാം നടത്തിയപ്പോ അലീക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എറണാകുളത്തായിരുന്നു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇല്ലേ? റാഷിദ് സലീം സാർ പങ്കെടുത്ത മാർച്ചിൽ നടന്ന പ്രോഗ്രാം ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലായിരുന്നു ആ പ്രോഗ്രാം. ആ മാർച്ചിൽ 4 മാസം കൊണ്ട് എനിക്ക് ഈ സിസ്റ്റത്തിലൂടെ ഒന്നുമില്ലാത്ത എനിക്ക് ഒരു 8 ലക്ഷം രൂപയാണ് കിട്ടിയത്. 8 ലക്ഷം രൂപ. അത് ട്രോഫിയുടെ വീട്ടിലിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ അച്ചീവ്മെന്റ് 8 ലക്ഷം രൂപ. അതേ ആ എറണാകുളം പ്രോഗ്രാം കഴിഞ്ഞിട്ട് അലീക്ക പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ പ്രോഗ്രാം വെക്കണം എന്ന് പറഞ്ഞ് ഏകദേശം 10-300-ലധികം ആളുകൾ അലീക്ക അവിടെ വലിയൊരു പ്രോഗ്രാം അന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നെ കോഴിക്കോട് പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി.
അങ്ങനെ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നെങ്കിലും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇന്ന് ബയറ്റോറിയം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയം വേണ്ട. ഇനി ആരും വിചാരിച്ചാലും ജനങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ശക്തിക്കും സാധിക്കില്ല. അത്രയും മിറാക്കിൾ റിസൾട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞില്ല. അല്ലെ, ചെറിയ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയവരൊന്ന് കൈവൊക്കെ ഇവിടെ പ്ലീസ്. എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്കോ നിങ്ങൾ കൊടുത്ത ആളുകൾക്കോ റിസൾട്ട് കിട്ടിയവർ അല്ലെ, നല്ലൊരു കൈയടിയാവാം നിങ്ങൾക്ക് വേണ്ടി. ഇതാണ് ഇത് ജനകീയമായ പ്രസംഗിച്ചപ്പോ എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മനോജെ സൂക്ഷിക്കണം, ഇതിന് കേസ് വരാൻ സാധ്യതയുണ്ട്, അകത്ത് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്, നിന്റെ പേര് ഇതിനകത്ത് അറിയപ്പെടുന്നുണ്ട്, അത് സൂക്ഷിച്ചോ. എന്റെ ഒരു സുഹൃത്താണ് പോലീസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്ത്, ഇത് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ പോകേണ്ടി വന്നാലും എനിക്ക് യാതൊരു പേടിയില്ല. കാരണം അത്രയും റിസൾട്ടുകൾ ആളുകൾ കിട്ടിയിട്ട് അത്രയും ബ്ലെസ്സിങ്സ് തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് സാർ അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നു വേണ്ട, മനസ്സിലായ? അങ്ങനെ ധൈര്യത്തോടെ നെഞ്ചു വീഴ്ചയെന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ലീഗൽ ബിസിനസ്സാണ്. ഇതൊരു മണി ആളെ പിടിക്കുന്ന പരിപാടി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്തോ ഒരു മോശം ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഇതിനെ കാണുന്നതും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ. അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഞാൻ കമ്പനിയെ കുറിച്ചൊന്നും പറയുന്നില്ല, പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും പറയാം. പ്രൊഡക്റ്റിനെ കുറിച്ച് ഇവിടെ ഗൗരവം സംസാരിച്ചു കഴിഞ്ഞു. അത്ഭുതമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കമ്പനി ആണെങ്കിൽ നമ്പർ 1 കമ്പനി, നമ്പർ 1 പ്രൊഡക്റ്റ് ഇല്ലേ. ഇനി ഈ ഡയറക്ട് സെല്ലിംഗിലെ വസന്തമായിട്ട് മാറാൻ പോകുന്ന ഒരേ ഒരു കമ്പനിയെ ഇന്ത്യയിലുള്ളൂ. ഒരു സംശയം, ഡയറക്ട് സെല്ലിംഗിൽ 1ാം നമ്പർ കമ്പനി ബയോട്ടോറിയം മാറിക്കൊണ്ടിരിക്കുക. കാരണം അതാണ് മാനേജ്മെന്റ്. നമ്മുടെ പ്രിയങ്കരനായ MD നേരിട്ട് കണ്ടവരൊന്ന് കൈവക്കിയേ. എവിടെ വെച്ചാ കണ്ടത് നിങ്ങൾ? ഓഫീസിൽ പോയി കണ്ടവരുണ്ടാവും. പക്ഷെ ഇത് ഇവിടെ വന്നത് ഇല്ലേ, എറണാകുളത്ത് വെച്ച് കണ്ടില്ലേ? സൂര്യ തേജസ് ആണ്, സൂര്യ തേജസ് ഇല്ലേ. ബഹുമാനപ്പെട്ട സാഗർ ജോഷി സാറിന്റെ മുമ്പിൽ നമുക്കൊന്ന് ഒരു മിനിറ്റ് ഇല്ലേ നമസ്കരിക്കാം. നല്ലൊരു കേട്ടു ഡോക്ടർ സാഗർ ജോഷി അത്യന്തോടെ അവതാരമായിട്ട് തിരിച്ചത്. അവതാരങ്ങളെ കുറിച്ച് കണ്ടില്ലേ? ഓരോ കാലഘട്ടത്തിലൂടെ അവതാരങ്ങൾ വരും. കൊറോണ ശേഷം ആകെ തകർന്നപ്പോ സാമ്പത്തികമായും ആരോഗ്യപരമായും ഇന്ത്യൻ ജനത തകർന്നപ്പോഴേ ഇനി എന്താണ് ഭാവി, എന്താണ് ചിന്തിച്ചപ്പോഴേ ഒരു പുതിയ അവതാരമായിട്ട് ഡോക്ടർ സാഗർ ജോഷി സാറിനെ ബയോട്ടോറിയത്തിലൂടെ അവതരിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പലരും ഈ പ്രൊഡക്റ്റ് ഏറ്റെടുത്തു. ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് എന്റെ ഒരു സുഹൃത്ത്, വൈക്കത്തെ ഒരു സുഹൃത്താണ്, ഡയറക്ടർ പോയി. അതാണ് ഞാനൊക്കെ പോയതാണ്. അദ്ദേഹത്തിന് 3 ബ്ലോക്കായിരുന്നു. 3 ബ്ലോക്ക് വന്നിട്ട് കാരിത്താസ് എന്ന് പറഞ്ഞ ഏറ്റുമാനൂർ ഹോസ്പിറ്റലില് ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞ് അവിടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുക. അന്ന് വീട്ടിൽ വന്നിരിക്കുക കാശില്ലാത്തതുകൊണ്ട്. അങ്ങനെ കാശ് സ്വരൂപിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെയ്തത്. ഞാൻ അന്ന് പറഞ്ഞു, എന്റെ വിനോദാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നതാണ്. ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കും. നീ ഒരു ബൈപ്പാസിന് പോകേണ്ടതാണ്. ഞാൻ ആത്മവിശ്വാസം കൊടുത്ത ആൾ. പ്രൊഡക്റ്റൊന്നും വരാൻ തുടങ്ങിയില്ല. 15 ദിവസം കഴിയുന്ന പ്രൊഡക്റ്റ് വരുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് ഏറ്റുമാനൂർ 3 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഞാൻ നിർബന്ധിച്ച് വാങ്ങി ഈ വിനോദിന് കൊടുത്തു. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇന്നും അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാതുള്ള റിസൾട്ട് കിട്ടിയപ്പോ അവിടെ നിന്നാണ് എനിക്ക് അവർക്ക് ആവേശം ഉണ്ടായത്. മുഴുവൻ ആളുകളോട് പറയാൻ തുടങ്ങി. സുഹൃത്തുക്കൾക്ക് കളിയാക്കി. സുഹൃത്തുക്കളൊന്നും കേട്ടാലും അടുത്ത സുഹൃത്തുക്കൾ വരില്ല, നിങ്ങൾക്ക് ബന്ധുക്കൾ വരില്ല. നോക്കട്ടെ, പഠിക്കട്ടെ എന്ന് പറയും. ഇപ്പൊ പഠിക്കാൻ നോക്കാൻ നടക്കുന്ന കുറെ ആൾക്കാരില്ലേ? നിങ്ങൾ പറയുമ്പോ ഉടനെ പഠിക്കോ? ഈ വീഡിയോസ് കാണിച്ചു കൊടുത്താൽ പഠിക്കോ? ഈ കാല് മുറിച്ച് കളയാൻ വേണ്ടി കാല് കൃത്യമായിട്ട് മേടുണ്ടല്ലോ ഇവിടെ. ഒരു വന്നിട്ടുണ്ടോ? ജിത്തു സാറ് പറഞ്ഞു ഒരു എഴുതിയിട്ടുണ്ടോ? ഇല്ല അല്ലെ, ഇന്ന് വന്നിട്ടില്ല അല്ലേ? ഇത് വീഡിയോ കാണിച്ചു കൊടുത്താൽ പോലും ആളുകൾ വിശ്വസിക്കൂലോ. ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയാം. എന്ത് പറഞ്ഞാലും തട്ടിപ്പ്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ ഫീഡ് ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് മലയാളികൾ എല്ലാം തട്ടിപ്പ്. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ആളുകളും ഈ തട്ടിപ്പിൽ കൊടുക്കുന്ന ആളുകളും പറയുന്നത് ആരാ? ഒന്നുകൂടി പറയും. മലയാളികളാ തട്ടിപ്പെടുന്നത്. ഒരു 10 വെച്ച് 100 100 വെച്ച് 500 രൂപ കൊണ്ടുവരുന്നത് ഇല്ലേ? അതൊരു വലിയ വിവരം അറിയൂ. നടിക്കലങ്ങനെ വലിയ വിവരമായിട്ട് ഈ തട്ടിപ്പിൽ കൊടുക്കും മലയാളികൾ. അതെ, തട്ടിപ്പാണ് പറഞ്ഞപ്പോഴും എന്റെ പൊന്നു സുഹൃത്തുക്കൾ വാങ്ങാൻ തയ്യാറായപ്പോ അടിപൊളി റിസൾട്ടുകളുടെ
അല്ലേ? മാലപ്പടക്കങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ഡോക്ടേഴ്സ് വരെ വരാൻ തുടങ്ങി. നിരവധി ഡോക്ടേഴ്സ് വന്നു. എനിക്ക് തോന്നിപ്പോ 1000-ഓളം ഡോക്ടേഴ്സ്, അലോപ്പതി, ആയുർവേദ, ഹോമിയോ, നിരവധി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തരംഗമായിട്ട് ഇന്ന് പയറ്റൂർ ഇങ്ങനെ കേരളക്കരയിലാകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ വന്നപ്പോ ആളൊന്നും ഫുള്ളായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തൃശ്ശൂരെ BJP എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കാറ്, അല്ലേ? ശരിയല്ലേ? ഇന്ന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് രാവിലത്തേക്ക് മാറ്റി. എപ്പോഴാണ് നല്ലത്? രാവിലെയാണോ ഉച്ചക്കാണോ നല്ലത്? പറയല്ലാരും രാവിലെ തന്നെ. അതുകൊണ്ട് ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ രാവിലെ തന്നെ ആയിരിക്കും, ഒരു സംശയം ഉണ്ടാവില്ല. നമുക്ക് ഫ്രഷ് മൈൻഡ് കൊണ്ടുവരാം. ഇത് ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇവിടെ ആൾ കുറഞ്ഞിരുന്നത്. ആൾ കുറഞ്ഞില്ല, ബാക്കിൽ കുറേ ആൾ നിൽക്കുന്നുണ്ട്. അടുത്ത പ്രോഗ്രാമിന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. നേരത്തെ വന്നോളൂ. ഇരിക്കാൻ സീറ്റ് വേണമെങ്കിൽ നേരത്തെ ഗസ്റ്റുമായിട്ട് വരിക. ഇങ്ങനെ കേരളത്തിലെ ഓരോ സെന്ററുകളും ഇന്ന് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഇടിച്ചു കയറി കൊടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ്. ഈ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഇന്ധനം എന്ന് പറയുന്നത്. ഒരു വാഹനം ഓടിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഇന്ധനം വേണം. ഈ പ്രൊഡക്റ്റ് ഇന്ധനമാണ്, സംശയമില്ല. അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ നയിക്കുന്നത് ഇല്ലേ ഒരു ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഹെൽത്തിന്റെ സൈഡ് ഓക്കെ. അടുത്ത എന്താണ്? വെൽത്ത്, സമ്പത്താണ്. സമ്പത്ത്, നല്ല വരുമാനം നേടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ പുതിയൊരു ഇൻകം ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് തന്നു കഴിഞ്ഞു. ഇന്ന് വരെയും ഒരു ടാക്സ് സെല്ലിംഗ് കമ്പനി കൊടുക്കാത്ത രീതിയിൽ 100 PVയുടെ കച്ചവടം നടക്കുമ്പോൾ ഏകദേശം 14,600 എന്ന് പറയുമ്പോ 30,000 താഴെയുടെ ബിസിനസ് ചെയ്യുമ്പോ എത്രയാണ് കിട്ടുന്നത്? 7,750 രൂപ കൊടുക്കുന്ന ഒരു വേൾഡിൽ ഒരു കമ്പനി നിലവിലുണ്ടാവില്ല. അതാണ് ബയോടെക്നോളജിന്റെ പവർ. നല്ല ബിസിനസ് നമ്മുടെ ടീം ചെയ്യാമോ? നിങ്ങൾ ചെയ്യണോ? ഞാൻ ചെയ്യണോ? അതാണ് ഇതിന്റെ മധുരം, മനോഹാരിത എന്ന് പറയുന്നത്. എന്റെ ടീമിൽ ആരെങ്കിലും 2 പേര് ചെയ്താൽ പോരെ? അതാണ് ടീമിന്റെ മനോഹാരിത. ടീം ബിൽഡ് ചെയ്യണം. ഇതിനകത്ത് വിജയിക്കണം. എന്താ വേണ്ടത്? ബിൽഡ് ചെയ്യണം. ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, കസ്റ്റമർ ഡാറ്റ കൂട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായ? അപ്പൊ എവിടെയെങ്കിലും എന്റെ 2 വിങ്ങിൽ ഒരു 100 PVയുടെ കച്ചവടം നടന്നാൽ എന്റെ അക്കൗണ്ടിലേക്ക് വരും 7,000. എന്റെ അക്കൗണ്ടിൽ വരുന്നത് ആരും കൊണ്ടുന്നില്ല. ഇല്ലേ? 7,750 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ലേ? നിങ്ങളല്ലേ? ആലോചിച്ച് എത്ര ശതമാനമായി? 30,000 എത്ര ശതമാനം? 7,750 കണക്ക് ആകും. 25% ആകും. 100 ആകും. 7,000 25% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഏതെങ്കിലും കമ്പനി ഉണ്ടോ കൊടുക്കുന്നത്? നിങ്ങൾ ഉറങ്ങി എഴുന്നേക്കാത്തത് ഇപ്പോഴും എന്താ കുറവ്? ഒരു കട്ട് ഓഫിൽ 16,750, 2 കട്ട് ഓഫിൽ 33,000 ഇത്ര കിട്ടും. 500 രൂപ ഒരു മാസം × 30 ഇത്ര ഉണ്ടാവും. 10 ലക്ഷത്തി സംതിങ്. 10 ലക്ഷം. ജില്ലാ കളക്ടറുടെ ശമ്പളം എത്രയാ? ഡോക്ടറുടെ ശമ്പളം എത്ര ഉണ്ട്? 1 ലക്ഷം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളം എത്രയാണെന്ന് പറയുന്നത്? അതും അറിയില്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളം 5 ലക്ഷം രൂപയാ. വേറെ യാത്രാപത്തേക്ക് പറയുന്നുണ്ടാവും. അത് പറയാണ് 5 ലക്ഷം. ആ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളത്തെക്കാൾ കൂടുതൽ ഒരു സാധാരണക്കാരനായ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ക്ലിയർ ആവുന്നുണ്ട് പറഞ്ഞു. ഇത് ഒരു വർഷം നിങ്ങൾ ജീവന തുല്യമായിട്ട് സ്നേഹിക്കുന്നതിന്, ഇതിനെ പ്രണയിക്കണം, ഇത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് ഏറ്റെടുത്താൽ 1 വർഷം കൊണ്ട് നമുക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. 10 ലക്ഷം വെച്ച് 12 മാസം നേടിയാൽ 12 മാസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഇൻകം എത്രയായിരിക്കും? 1,20,00,000 രൂപ. ആര് റെഡി? നിങ്ങൾ തയ്യാറാണ്? ഒറ്റ ചോദ്യമാണ്, ശ്രമിക്കാണ്. ആര് റെഡി? വീഡിയോയിൽ കൈ നോക്കിയേ പ്ലീസ്. എന്റെ പടച്ചൻ ഒന്ന് നല്ലൊരു കൈയൊഴിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നുള്ളൊരു പ്രശ്നമല്ല ഇവിടെ. ഇവിടെ ജിത്തു സാർ സൂചിപ്പിച്ചു 50 വയസ്സ് കഴിച്ചാണ്. എന്നെ കണ്ടാത്ത തോന്നുന്നുണ്ട് ഇപ്പൊ. ഇതിലേക്ക് കളവനാകല്ലേ ജിത്തു സാർ? ഇവിടെ ജിത്തു സാർ പോയോ? 50 വയസ്സ് 60 വയസ്സ് വരെ കൂടി കഴിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, വയസ്സ് എന്ന് പറഞ്ഞാൽ വെറും എന്താണ്? ഒരു നമ്പറാ. ഒരു നമ്പറാണ് അല്ലേ? വയസ്സ് ഒരു നമ്പറാ. ഇതിലൊന്നും ഒരു കാര്യമില്ല.
ഇത് ഉപയോഗിക്കും അല്ലെ അരികത് കൈയിരിക്കുന്നത്. കാരണം ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് ഉണ്ടല്ലോ അതെന്താണെന്നറിയോ കുറഞ്ഞു 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 ന്യൂമറോളിക്കൽ ഏജിന് കൂടും. 5 വർഷം അടുത്ത 1 വയസ്സ് കൂടും. 5 വർഷം കഴിഞ്ഞാൽ 5 വയസ്സ് കൂടും. എന്നാൽ നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് കുറഞ്ഞു കുറഞ്ഞു വരും. നിങ്ങളുടെ ഓരോ ഓർഗൻസും ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡീടോക്സിഫിക്കേഷൻ നടത്തി കുട്ടികളുടെ ഹൃദയം പോലെ കുട്ടികളുടെ കരൾ പോലെ കുട്ടികളുടെ ഒരു അവയവമായിട്ട് മാറുന്നത് പോലെ നിങ്ങൾ മാറും. ആന്റി ഏജിങ് പ്രൊഡക്റ്റ് ആണ്. ഒന്ന് ഒറ്റത്ത് സംസാരിക്കല്ലേ ഇല്ലേ? ആന്റി ഏജിങ് നമ്മുടെ ചെറുപ്പക്കാരികളാവാം. അവരെ കല്യാണം കഴിക്കാൻ നോക്കണ്ടേ? ഇനി അത് വെച്ചിട്ട് ഞാൻ ചെറുപ്പക്കാരിയെ പെണ്ണ് കേട്ടാന്ന് വിചാരിക്കില്ല. തമാശ പറഞ്ഞ. അപ്പൊ അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതൊന്നും എഴുതുന്നൊന്നും അല്ലെന്ന്. ഞാൻ ഇത്ര ഒരു കാര്യം പറഞ്ഞു. 2024 വരെ നിങ്ങൾ എന്ത് സമ്പാദിച്ചിട്ടോ? എന്താ സമ്പാദിച്ചത്? എന്താ സമ്പാദിച്ചത്? അവസാനം കൂടെ നമ്മുടെ ജിത്തു സാറ് കാണിച്ചു. കേരളത്തിലെ 55% ആളുകളും ഈ കണക്കിണിയിൽ പെട്ടവരാരും ഉണ്ടോ? വീടിന്റെ ആധാരം നിങ്ങളുടെ സെൽഫിൽ കൂട്ടി വെച്ചിരിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങളുടെ വീടിന്റെ ആധാരം നിങ്ങളുടെ സ്വന്തം സെൽഫിലുണ്ടോ? ബാങ്കിന്റെ സെൽഫിലാണ്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിലെ സെൽഫിലുണ്ടാകണം. ഒരാൾക്കും ഒരു മുഴുവൻ കൊടുക്കാൻ ബാധ്യതയില്ലാത്തവരായിരിക്കണം. അത് ആഗ്രഹമൊന്നുമില്ലാത്തവർക്ക് ഇങ്ങനെയല്ല. ഒരാഗ്രഹവും ഇല്ല. അവർ ആധാരം അവിടെ ഉണ്ടാവും ഇല്ലേ? ഇങ്ങനെ പോകുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. 2024 വരെ നിങ്ങൾ ആരായിരുന്നു എത്ര കടമുണ്ടെന്ന് ഒരു പ്രശ്നമല്ല. ആ കടം മാറ്റിയത് വലിയ സ്വപ്നങ്ങളിലേക്ക് കുതിച്ചു വരാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ 2025 എന്ന് പറഞ്ഞ വർഷം ഈ ബയോട്ടോറിയത്തിന്റെ വർഷമാണ്. അത് നിങ്ങളുടെ വർഷമാണ്. നിങ്ങളുടെ വർഷമാണ് 2025 വർഷം തന്നെ നമുക്ക് ഈ ബയോട്ടോറിയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നേരെ 2024 2026 പോയത്. അതുകൊണ്ട് നമ്മൾ പുതിയ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കണം. ക്ലിയറായ? വയസ്സന്മാരെയൊന്നും കളിയാക്കണ്ട. തമാശ പറഞ്ഞ ജിത്തു സാറേ അല്ലേ? വയസ്സന്മാർ കോടീശ്വരമായ ഒരു കഥ നിങ്ങൾക്കറിയില്ലേ? KFC കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ KFCയുടെ ഓണറെ കുറിച്ച് അറിയോ നിങ്ങൾക്ക്? എത്ര വയസ്സുണ്ട്? അയാളെ KFC സ്റ്റാർട്ട് ചെയ്തപ്പോ എത്ര വയസ്സായിരുന്നു അറിയോ? 65. 62 വയസ്സിൽ അയാൾ റിട്ടയർ ചെയ്തത് ഒരു ടിപ്പിക്ക് അതുകൊണ്ട് പോകുമ്പോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇതിന്റെ പരിപാടി ഇതുണ്ടാക്കിയിട്ട് കുറെ കടകളിലൊക്കെ കൊടുക്കും. ഇതൊന്നും ഇവിടെ ഉണ്ടോ? കുറെ കണ്ടു. വേണ്ട, ഞാനിവിടെ ജോലിക്ക് ജോലിയില്ല. ഈ കളറിൽ ജോലി അല്ലേ? അവസാനം അദ്ദേഹം സ്വന്തം സ്റ്റാർട്ട് ചെയ്ത KFC ബ്രാഞ്ചിൽ നിന്ന് ലോകോത്തര ബ്രാഞ്ചായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ വയസ്സിന് പ്രാധാന്യം ഉണ്ടോ? ഒന്നും കിട്ടുന്നില്ല. ഇതിന്റെ വയസ്സൊന്നുമല്ല. അതിന് വയസ്സുള്ളവരൊക്കെ ആവേശത്തോടെ ചെറുപ്പക്കാര്യങ്ങൾ നമുക്ക് കോടിയടിക്കാൻ പറ്റണം. ആവേശത്തിൽ ഒരു സംശയം വേണ്ട. റെഡിയല്ലേ എല്ലാവരും? ഇതാണ് പ്രായം. നമുക്ക് വിജയിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് വേണമെന്നുള്ള ഒറ്റ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങോട്ട് അരട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ പണി നടക്കുക കേട്ടോ. 90% പ്രവർത്തിയും ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാ. കണ്ട് പ്രേമിച്ചിട്ടില്ലേ? കോളേജ് പോയ സമയത്ത് ഇല്ലേ? സ്കൂളിന്റെ വെള്ളം തുടങ്ങിയാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ സ്കൂളിന്റെ തുടങ്ങി. പണ്ട് കത്തൊക്കെ കൊടുക്കണമെങ്കിൽ പണിയല്ലേ? ഇപ്പൊ മൊബൈൽ ഉള്ളോണ്ടില്ലേ അല്ലെ? രാത്രി ഇങ്ങനെ മോടി പോയി കഴിക്കുന്നതാണ് പരിപാടി ഇല്ലേ? ശരിയല്ലേ?